എന്റെ സഹോദരങ്ങളെ ഈ കല്ലെറിയുന്നുണ്ട്. എന്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട് സാറേ. എന്റെയൊക്കെ കുട്ടസംഘങ്ങളാണ് സാറേ കല്ലെറിയുന്നത്. എന്റെ പൊന്നുമോനെ സാറേ, എന്റെ മോനാന്റെ അടിപൊളി കത്തുണ്ട് സാറേ. എന്റെ അമ്മയ്ക്ക് എന്റെ മോന്റെ കുട്ടിക്ക് തന്നില്ല. കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മയുടെ ഈ നിലവിളി കേട്ടുകൊണ്ടാണ് കോടതി നടപടികളിലേക്ക് കടന്നത്. മകനെ നഷ്ടപ്പെട്ട അമ്മയുടെ രോദനം നിഷ്പക്ഷതയുടെ കരിമ്പട്ടുകൊണ്ട് കണ്ണുമൂടിക്കെട്ടിയ നീതിദേവത കേട്ടു. മകനെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി കാല് വെട്ടിയെടുത്ത് കൊലവിളി നടത്തിയ 11 മാംസദാഹികൾക്കും കോടതി ജീവപര്യന്തം കഠിന തടവ് ശിക്ഷ നൽകി. തിരുവനന്തപുരത്ത് ഭീതി പടർത്തിക്കൊണ്ടിരുന്ന കൊടിയ ഗുണ്ടാസംഘങ്ങളാണ് ഇതോടെ തുറങ്കിലടയ്ക്കപ്പെട്ടത്. ഒരു നാടാകെ നീതിപീഠത്തോട് നന്ദി പറയുന്നു. കൊലപാതക കൊട്ടേഷനുകൾ ഏറ്റെടുത്ത് ഇനിയൊരു മനുഷ്യനെ കൂടി പച്ചയ്ക്ക് കത്തിക്കിരയാക്കാൻ ഈ നരാധമന്മാരെ സമൂഹത്തിലേക്ക് തുറന്നുവിടാതിരുന്നതിന്. കോടതി നടപടികളുടെ തുടക്കത്തിൽ പ്രതികളുടെ ശിക്ഷയിന്മേലുള്ള വാദമാണ് നടന്നത്. കേസിലെ 1-ാം പ്രതി സുധീഷിനും 3-ാം പ്രതി ഒട്ടകം രാജേഷിനും വധശിക്ഷ നൽകണമെന്ന വാദമാണ് മുന്നോട്ട് വെച്ചത്. ഒരു യുവാവിനെ കൊന്ന് കാലുവെട്ടിയ കൊടും ക്രിമിനലാണ് സുധീഷ്. 3 കൊലപാതകമടക്കം 18 കേസുകളിൽ പ്രതിയാണ് ഗുണ്ടാ നേതാവ് ഒട്ടകം രാജേഷ്. അതിനാലാണ് ഇവരെ ഇനി സമൂഹത്തിൽ ജീവിക്കാൻ അനുവദിക്കാതെ പരമാവധി ശിക്ഷ വേണമെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചത്. എന്നാൽ 2 മക്കളുണ്ടെന്നും അച്ഛനെ നോക്കണമെന്നുമായിരുന്നു മനസ്സാക്ഷി കുത്തില്ലാതെ ഒരു ജീവനെടുത്ത ഒട്ടകം രാജേഷിന്റെ ശിക്ഷാ ഇളവ് യാചിച്ചുകൊണ്ടുള്ള വാദം. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതിക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെ പ്രഖ്യാപിച്ചു. പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട ഒരാളെപ്പോലും വെറുതെ വിടാതെ കൂട്ടിലടച്ചു കോടതി. ദൃക്സാക്ഷികളെ മുഴുവൻ ഗുണ്ടാസംഘം ഭയപ്പെടുത്തി കൂറുമാറ്റിയെങ്കിലും ശാസ്ത്രീയ തെളിവുകൾ മുൻനിർത്തിയാണ് പ്രോസിക്യൂഷൻ കേസ് വിജയിച്ചത്. ഗുണ്ടകളായിട്ടുള്ള കുറേ പ്രതികൾ പട്ടാപ്പകൽ ഒരു വീടിനകത്തിട്ട് ഒരാളെ വെട്ടിക്കൊന്ന് കാലും ഒക്കെ വെട്ടിയെടുത്തുകൊണ്ട് പോയ ശേഷം പിന്നീട് സാക്ഷികളെ സ്വാധീനിച്ച് രക്ഷപ്പെടാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഇനി അത് നടപ്പില്ല എന്ന വലിയ മെസ്സേജാണ് ജുഡീഷ്യറിക്ക് വേണ്ടി ഇവിടുത്തെ സ്പെഷ്യൽ ജഡ്ജി എ ഷാജഹാൻ ഇന്ന് സമൂഹത്തിന് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരം റൂറൽ ASP ആയിരുന്ന MK സുൽഫിക്കറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി എ ഷാജഹാനാണ് വിധി പ്രസ്താവിച്ചത്. ഡിസംബർ 11 സുധീഷ് ഒളിവിൽ താമസിച്ചിരുന്ന കല്ലൂരിലെ വീട്ടിൽ കയറി ഗുണ്ടാസംഘം ക്രൂര കൊലപാതകം നടത്തിയത്. കൊട്ടേഷൻ സംഘങ്ങളുടെ കുടിപ്പകയാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. മംഗലപുരം സ്വദേശി സുധീഷ് നിരവധി കേസുകളിൽ പ്രതിയായിരുന്നു. എതിർ ഗ്യാങ്ങുകളുടെ വധഭീഷണിയും നിലനിന്നിരുന്നു. പോലീസിനെയും ശത്രുക്കളെയും പേടിച്ചിട്ടാണ് കല്ലൂരിലെ കോളനിയിൽ ഒളിവാസം നടത്തിയത്. അത് മണത്തെറിഞ്ഞാണ് കൊലയാളിക്കൂട്ടം അവിടെയെത്തി നട്ടുച്ചയ്ക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെയും മുന്നിലിട്ട് അരുങ്കൊല നടത്തിയത്. കാല് വെട്ടിയെടുത്ത് ആഹ്ലാദ അട്ടഹാസം മുഴക്കി രാക്ഷസന്മാരെയും തോൽപ്പിക്കുന്ന രക്തഘോഷയാത്ര നടത്തിയത്. വെട്ടിയെടുത്ത ആ കാല് നടുറോഡിലിട്ട് ഒരു നാടിനെയാകെ ഭയത്തിന്റെ കരിമ്പടത്താൽ മൂടിയത്. തിരുവനന്തപുരത്തിന് ഗുണ്ടാ തലസ്ഥാനമെന്ന അപഖ്യാതി ഉണ്ടാക്കി കൊടുത്തത്. നമ്മുടെ കേരളത്തെയാകെ നാണം കെടുത്തിയത്. ആ ക്രിമിനൽ കൂട്ടമാണ് ഇന്ന് ജീവപര്യന്തം ശിക്ഷയുടെ കോടതി ഉത്തരവും കയ്യിൽ പിടിച്ച് പൂജപ്പുര സെൻട്രൽ ജയിൽ കവാടത്തിൽ വരിനിന്ന് തടവറയ്ക്കുള്ളിലേക്ക് കയറിപ്പോയത്. ജീവന്റെയും കണ്ണീരിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും വിലയേറിയട്ടെ ആ കുറ്റവാളികൾ തുറങ്കലിൽ കിടന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.